പാട്ടിനെ സ്നേഹിക്കുന്നവർക്കൊന്നും ചിന്തിക്കാൻ കഴിഞ്ഞ അത്രയും പാട്ടുകൾ പാടി വെച്ചിരിക്കുന്ന ഒരാൾ. ഒരു ദിവസം 13 പാട്ടുകളൊക്കെ പാടിയിട്ടുണ്ടല്ലേ? എങ്ങനെ ഓർക്കുന്നു ചേച്ചി ആ കാലത്തെ? അത് എന്താ പറയാ, ഒരു യന്ത്രം പോലെയായിരുന്നു. മേഘങ്ങളെല്ലാം തൊട്ടുവിട ആസை, സോഹങ്ങളെല്ലാം വിട്ടുവിട ആസை, കാർക്കുഴലിൽ ഉലകை കട്ടിവിട ആസை, சின்ன ஆசை சிறகடிக்கும் ஆசை. ചേച്ചിയുടെ ക്രിസ്മസ് ഓർമ്മകൾ എന്തൊക്കെയാണ്? എൻ്റെ ക്രിസ്തുമസ് ഞങ്ങൾ എന്താ പറയുക, അങ്ങനെ ഭയങ്കര ഗ്രാൻഡ് ഓർമ്മകളൊന്നുമല്ല എൻ്റെ വളരെ ലളിതമായ ക്രിസ്തുമസും അത് തന്നെയല്ലേ, ലളിതം സുന്ദരമല്ലേ ക്രിസ്തുമസ്. അപ്പം പണ്ടൊക്കെ എൻ്റെ വീട്ടിൽ കറണ്ട് ഉണ്ടായിരുന്നില്ലാത്തൊരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പം അപ്പച്ചൻ, ഞങ്ങൾ 4 പെൺപിള്ളേരല്ലേ, പക്ഷേ ഞങ്ങൾ 4 പെൺപിള്ളേരാണെങ്കിലും എൻ്റെ അമ്മച്ചിയുടെ 2ാമത്തെ ബ്രദർ ജോൺ എന്നാണ് അങ്കിളുടെ പേര്. അപ്പം അച്ചാച്ചൻ്റെ മക്കള് ബൈജു, ബിജു, ബോബി, അവർ 3 പേരും ഞങ്ങളുടെ കൂടെ തന്നെയാണ് വളർന്നത്. അപ്പം അച്ചാച്ചനും അമ്മായി അവരാണ് എൻ്റെ എന്താ പറയുക തലതൊട്ടപ്പനും തലതൊട്ടമ്മയും. അപ്പം അവരും ഉണ്ടാവും. അപ്പച്ചി ഇത്രയും പിള്ളേരുണ്ടല്ലോ, അപ്പം കറണ്ട് ഇല്ല. അപ്പം അങ്ങനെ അപ്പച്ചൻ വലിയ സ്റ്റാർ ഉണ്ടാക്കും. അതിപ്പോഴും പല സ്ഥലങ്ങളിൽ കാണാൻ പറ്റും. വലിയ സ്റ്റാർ, അതിൻ്റെ ആ മരമൊക്കെ ഇങ്ങനെ ചെത്തി അതൊക്കെ എടുത്ത് ഭയങ്കര വലിയ സ്റ്റാർ ഉണ്ടാക്കിയിട്ട് അതിലിങ്ങനെ എന്താ പിന്നെ വേറൊരു ലാമ്പില്ലേ, ആ ലാമ്പ് ഇറക്കി വെച്ചിട്ട് വലിയ മരത്തിന്റെ മേലെ കെട്ടും. അപ്പൊ അത് നമ്മളിങ്ങനെ പള്ളിയിൽ പോകുമ്പോ നമ്മൾ പോണ വഴിക്കൊക്കെ ഈ നമ്മുടെ സ്റ്റാർ കാണുമോ എന്നിങ്ങനെ നോക്കി നോക്കി പോണതൊക്കെ ഭയങ്കര ഒരു സുഖമുള്ള ഓർമ്മ. പിന്നെ എന്താ പറയാ, വേറൊരു ഭയങ്കര തമാശ കേക്കട്ടെ അതേ ചിരിക്കുന്നുണ്ട്. അത്രയും വലിയൊരു കാര്യം. അതായത് ഞാൻ ഗാനമേളയ്ക്കൊക്കെ പോയി തുടങ്ങിയ സമയം എനിക്ക് എൻ്റെ പ്രായത്തിലുള്ള ആൾക്കാരല്ല എൻ്റെ കൂട്ടന്നേലും ചെറിയ പിള്ളേരാണ്. അതായത് ബൈജു, ബിജു, ബോബി, പിന്നെ പരിസരത്തുള്ള സിന്ധു, ബിന്ദു, നിഷ, ദീപേഷ്, ഇവരൊക്കെ ചെറിയ പിള്ളേരാട്ടോ, കുഞ്ഞുങ്ങളാണ്. ഇവരൊക്കെ ഞാനൊരു ദിവസം വീട്ടിലുണ്ടെങ്കിൽ എല്ലാവരും നമ്മുടെ വീട്ടിലുണ്ടാവും. അങ്ങനെ ഒരു ദിവസം ക്രിസ്തുമസ് ആയി തുടങ്ങണുള്ളൂ. അപ്പം ആ ആഴ്ചയിലാണെന്ന് തോന്നുന്നു. ഞാനൊരു ദിവസം വീട്ടിലുണ്ട്. അപ്പം കലാസദൻ, തൃശ്ശൂർ കലാസദൻ്റെ ഓർക്കസ്ട്രയിൽ നിന്ന് ആ ചേട്ടന്മാർ വീട്ടിൽ വന്നേക്കാണ്. എന്നെ വിളിക്കാൻ വേണ്ടിയാണ് വന്നേക്കണത്. അപ്പം ഞാൻ ഇവരുടെ കൂടെ കളിക്കാൻ പോയേക്കാണ്. അവിടെ കുറേ സ്ഥലങ്ങളുണ്ട് അവിടെ ഒരു കശുമാവിൻ്റെ തോട്ടമുണ്ട്. അപ്പം ഞങ്ങൾ സമയം കിട്ടുമ്പോഴൊക്കെ പോയി കശുമാവൻ തോട്ടത്തിൽ പോയി മരത്തുമ്മ കയറും. കശുമാവ് മാങ്ങ പറിച്ച് തിന്നും. അതൊക്കെ എൻ്റെ ഹോബീസാണ്. അവിടെ ചെന്ന് കഴിഞ്ഞാൽ ഞാൻ അങ്ങനെയാണ്. അപ്പം എല്ലാം ചെറിയ പിള്ളേരാണ്, ഞാനും ചെറുതാണ്. അങ്ങനെ ഇവർ വന്നു കേട്ടോ. ഇവർ വന്നപ്പോൾ ഞങ്ങൾ ബോബി, ബിജു, ബൈജു, ഞങ്ങൾ പുൽക്കൂട് ഉണ്ടാക്കിയിട്ടുണ്ട്. കേക്കട്ടെ. അയ്യോ, പുൽക്കൂട് എന്ന് പറഞ്ഞാൽ നമ്മൾ ടെന്റ് ഉണ്ടാക്കൂലേ, അത്ര വലിയ പുൽക്കൂട് തന്നെ ചെയ്തേക്കണതാ. വലിയൊരു പുൽക്കൂട്. അതിലാദ്യം തന്നെ പുല്ലൊക്കെ വിരിച്ച വൈക്കോലൊക്കെ കിട്ടും അവിടെ, ഗ്രാമമല്ലേ. അതൊക്കെ വിരിച്ച് ആദ്യം തന്നെ ഉണ്ണീശ്വരനെ കൊണ്ടുവന്ന് വെച്ചു. ബാക്കി ആരും ഇല്ല. ഉണ്ണീശ്വരൻ്റെ അടുത്ത് മാതാവുണ്ട്, ഔസേപ്പിതാവുണ്ട്, ബാക്കി ആരുമില്ല. അപ്പൊ ഈ ചേട്ടന്മാര് വന്നേക്കണ്ട. അപ്പൊ ഇവര് വന്ന് സംസാരിച്ചു കഴിഞ്ഞ് പോവാൻ നിൽക്കാണ്.
അവരാ മുറ്റത്തിന്റെ സൈഡിൽ കൂടി വന്നപ്പോ ഇത് കണ്ട് ഭയങ്കര വലുതാണ് ടെന്റ്. നമുക്ക് നമ്മൾ കളിവീട് ഉണ്ടാക്കൂലേ പണ്ടൊക്കെ ഇങ്ങനെ ബെഡ്ഷീറ്റൊക്കെ വെച്ചിട്ട് കളിവീട്, അത് ഞങ്ങൾക്ക് പരിചയമാണ്. അതുപോലെ ഉണ്ടാക്കിയൊക്കെയാണ് പുൽക്കൂട്. അപ്പൊ ഇവര് വന്ന് നോക്കിയപ്പോ മാതാവും ഔസേപിതാവും ഉണ്ണിയും ജനിച്ചിട്ടുണ്ട്. അപ്പൊ അവര് തൃശ്ശൂർ ഭാഷയാണല്ലോ. അപ്പൊ ഇവരിങ്ങനെ മാതാവ് പറ്റൂലടാ, എപ്പോഴും ക്രിസ്മസിന് അത് ഓർക്കും. അപ്പൊ ഞാനിങ്ങനെ നോക്കി, എനിക്കൊന്നും മനസ്സിലായില്ല അവരുടെ ഭാഷയില്ല. പക്ഷെ അപ്പിച്ചി അമ്മച്ചി ഭയങ്കര ചിരിയായിരുന്നത് കണ്ട്. ഇവിടെ ക്രിസ്തുമസിന് മുമ്പേ ഇവിടെ എല്ലാം കഴിഞ്ഞു. അങ്ങനെയൊക്കെ ഓരോ കളികളൊക്കെ കളിച്ചിട്ടുണ്ട്. പാട്ടിൽ ഏറ്റവും ചേച്ചിക്ക് ഇഷ്ടമുള്ളത് ഏതായിരിക്കും? എനിക്ക് ഒരുപാട് പാട്ടുകൾ ഞാൻ പാടിയിട്ടുണ്ട്. അതില് ചിത്ര ചേച്ചിക്ക് വേണ്ടി ഞാൻ ട്രാക്ക് പാടിയിട്ടുണ്ട് ഒരു പാട്ട്. ഒന്നല്ല, കുറേ പാട്ടുകളുണ്ട്. അതിൽ റെക്സ് മാഷിൻ്റെ ഒരു പാട്ട് ഇപ്പോഴും എൻ്റെ ഓർമ്മയിലുണ്ട്. അടിയാട്ടിയായൊരു പെൺകുട്ടി കർത്താവിൻ ഗേഹത്തിൽ വ്രതമിരുന്നു. അവളുടെ ഹൃദയം ഹെർമോൻ മലയിലെ മഞ്ഞിൻ്റെ തൂവെണ്മ അണിഞ്ഞിരുന്നു. അടിയാട്ടിയായൊരു പെൺകുട്ടി. അങ്ങനെ ഒരു പാട്ട് ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ആ പാട്ട്. പിന്നെ ഞങ്ങൾ ചേട്ടൻ്റെ ഫാമിലിയിലൊരു ചെറിയ കാസറ്റ് ഇറക്കിയായിരുന്നു. അപ്പോൾ പാടിയൊരു പാട്ടുണ്ട്. ആ പാട്ട് താരാഗണങ്ങൾ കൺചിമ്മി നിൽക്കും ആകാശക്കൂടാരക്കീഴേ മഞ്ഞിൻ പുതപ്പ് പുതച്ച് മയങ്ങും മണ്ണിൻ്റെ രക്ഷകനാം പൊന്മകനേ, നിന്നെ അണിയിച്ചൊരുക്കാൻ വന്നല്ലോ ഉണ്ണി പൂക്കളും തുമ്പികളും. ഉണ്ണി പൂക്കളും തുമ്പികളും. തുമ്പി തുമ്പി വായോ, താരാട്ടിൻ ശ്രുതിയിലുറങ്ങാം. തുമ്പി തുമ്പി വായോ, താരാട്ടിൻ ശ്രുതിയിലുറങ്ങാം. ഇത്രയും പാട്ടുകൾ പാടിത്തന്നെങ്കിലും ജോയിച്ചന്റെ പാട്ട് പാടിയപ്പോൾ ഒരു പ്രത്യേക സന്തോഷവും നിറവും ഒക്കെ മുഖത്തുണ്ടെന്ന് തോന്നുന്നല്ലോ. ഇപ്പം വീണ്ടും എനിക്ക് തോന്നുന്നു ഈ കൊറോണയ്ക്കൊക്കെ ശേഷം ചേച്ചിക്ക് ഒരു മ്യൂസിക് സ്കൂൾ ഓൾറെഡി നമ്മുടെ ഇവിടെ കാക്കനാട് ഉണ്ട്, പുതിയ ഒരെണ്ണം കൂടെ തുടങ്ങണം. എന്താണ് അതിൻ്റെ വിശേഷം? അതിൻ്റെ വിശേഷം, ഞങ്ങൾ താമസിക്കുന്നത് പുക്കാട്ടുപടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പോൾ ഇവിടെ 10 വർഷമായി വീട് വാങ്ങി അവിടെ താമസിക്കുകയാണ്. ഇപ്പോൾ മക്കൾ രണ്ടുപേരും കാനഡയിലാണ്, പഠിക്കുകയാണ്. പിന്നെ ഞാനിപ്പോൾ തന്നെയാണ് അവിടെ. ചേട്ടൻ രാവിലെ ചിലപ്പോൾ പോരും, ചിലപ്പോൾ വൈകിട്ട് ഉച്ചയ്ക്ക് അക്കാഡമിയിലേക്ക് പോരും. അപ്പോൾ പിന്നെ ഞാനവിടെ ഫ്രീ ആയിട്ടുണ്ട്. ചിലപ്പോൾ ഞാൻ പ്രോഗ്രാംസിന് പോകും. ഇപ്പോൾ ഒക്കെ പോയി തുടങ്ങി പ്രോഗ്രാംസിന്. കുറേ നാളങ്ങനെ പോകുന്നുണ്ടായിരുന്നില്ല, ഇപ്പോൾ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പരിസരവാസികൾ കുറച്ച് പേര് നേരത്തെ തുടങ്ങി ചോദിക്കുന്നുണ്ട്. അവർ നിങ്ങളിവിടെ സ്കൂള് സ്റ്റാർട്ട് ചെയ്യുമോ, ഇവിടെ സ്റ്റാർട്ട് ചെയ്യുമോ എന്നുള്ളത് ചോദിക്കുന്നുണ്ട്. അപ്പം പിള്ളേരും എല്ലാവരും ഇങ്ങനെ ആലോചിച്ചപ്പോൾ നമുക്കെന്നാൽ വീടിൻ്റെ മേലെ സ്ഥലമുണ്ട്, അപ്പം നമുക്കവിടെ തുടങ്ങാം എന്ന് ആഗ്രഹം വന്നു. അങ്ങനെ ഇപ്പം അതിൻ്റെ കൺസ്ട്രക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ജനുവരിയിൽ സ്റ്റാർട്ട് ചെയ്യും. ഇപ്പം 2000-ലധികം ശിഷ്യഗണങ്ങൾ നിങ്ങൾക്ക് തന്നെയുണ്ട്. അപ്പം എന്താണ് ഇപ്പം ചേച്ചി, ഇപ്പം മിനി ചേച്ചിയും ജോയ് ചേട്ടനും ഒരു സ്കൂള് തുടങ്ങുമ്പോൾ എന്തായിരിക്കും അതിൻ്റെ പിന്നിലെ ഒരു
നിങ്ങളുടെ ഒരു മനസ്സിലുള്ളത് എന്തായിരിക്കും? സത്യം പറഞ്ഞാൽ അത് ഒരു വിഷമത്തിൽ നിന്നുണ്ടായതാണ്. കാരണം ജോയിച്ചൻ ഒരു നല്ല ആർട്ടിസ്റ്റാണ്, അതെ, ഒരു കീബോർഡിസ്റ്റാണ്, രവീന്ദ്ര മാഷിൻ്റെ ഒക്കെ കൂടെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ്. അപ്പോൾ ചേട്ടൻ കുറേ നാൾ ഗൾഫിലായിരുന്നു. നാട്ടിൽ നിന്ന് പോയിട്ട് പിന്നെ നാടുമായിട്ടുള്ളൊരു ടച്ച് ഉണ്ടായിരുന്നില്ല. പിന്നെ കല്യാണം കഴിഞ്ഞു. കല്യാണം കഴിഞ്ഞിട്ട് പിന്നെ വേദനകൾ മാത്രമേ ഉള്ളൂ. കാരണം എനിക്ക് ശബ്ദമില്ല എന്നുള്ളത് ഏറ്റവും വലിയ വേദനയല്ലേ. അപ്പോൾ ആ വേദനകളിലൂടെ കടന്നു പോകുമ്പോൾ ആളുടെ ആ പ്രൊഫഷൻ കൊണ്ടുപോകാൻ പറ്റിയിരുന്നില്ല. ഒരിക്കലും എനിക്ക് പോകണം, കീബോർഡ് വായിക്കണം എന്ന് അങ്ങനെ പറഞ്ഞിട്ടില്ല. എൻ്റെ ശബ്ദം പുറത്തേക്ക് കൊണ്ടുവരാനുള്ള പ്രയത്നത്തിലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്, ജോയിച്ചനുള്ളത് കൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഇരിക്കണത്. ഇപ്പോഴും ഞാൻ ജീവനോടെ ഉള്ളതിന് കാരണം ആ ഒരാളാണ്. മനസ്സിലായോ? അപ്പോൾ ഒത്തിരി മ്യൂസിക് ഡയറക്ടേഴ്സിന്, അതാ ഞാൻ പറഞ്ഞത്, നമ്മൾ എഴുതുമ്പോൾ തുറന്നെഴുതണ്ടേ. അതെ. അപ്പോൾ വേദനകൾ കുറേ അങ്ങനെയും കിട്ടിയിട്ടുണ്ട്. എന്ന് വെച്ചാൽ നമുക്ക് ഏറ്റവും നമ്മളോട് പ്രിയമായിരുന്നു, നമ്മളോട് പ്രിയമുള്ളവരാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയ പലരും അങ്ങനെ അല്ല എന്ന് നമ്മൾ മനസ്സിലാക്കിയത് ആ ഇടങ്ങളിലൊക്കെയാണ്. ചെന്ന് ഞാനിവിടെ ഉണ്ട്, നാട്ടിലുണ്ട്, എന്നെ വർക്കിന് വിളിക്കണം എന്ന് പറഞ്ഞിട്ട് ആരും വിളിച്ചില്ല. വർക്കില്ലെങ്കിൽ പിന്നെ എങ്ങനെ ജീവിക്കും? ചേച്ചിയെ സംബന്ധിച്ചിടത്തോളം ചേച്ചിയായിരുന്നു നിങ്ങളുടെ കുടുംബത്തിൻ്റെ ഒരു അത്താണി എന്ന് പറയാം അല്ലേ? ചേച്ചിമാരുടെ കല്യാണം, അപ്പച്ചൻ്റെ ട്രീറ്റ്മെൻറ്റ്, പിന്നെ എങ്ങനെ ചേച്ചി അതിനെ തരണം ചെയ്തു? കാരണം ചേച്ചിയുടെ ട്രീറ്റ്മെൻറ്റിലേക്ക് വരുമ്പം ഈ ഒരാളുള്ളത് കൊണ്ട് അതൊരു ഞാൻ വെറുതെ അത് അലങ്കാരത്തിന് പറയണതല്ല. നമുക്കറിയാമല്ലോ, അത് അലങ്കാരം പറയണതല്ല. അതെ, ഇതൊരു ജീവിതമല്ലേ, എത്ര പേരുടെ ജീവിതമാണ്. അതെ. അപ്പോൾ ഒത്തിരി ഞങ്ങളിങ്ങനെ വിഷമിച്ചു. എന്നുവെച്ചാൽ നല്ലൊരു ആർട്ടിസ്റ്റാണ്. അപ്പോൾ ആരും വിളിച്ചില്ല. അപ്പോൾ ചേട്ടൻ കമ്പ്യൂട്ടറൊക്കെ ഉണ്ട്. അപ്പോൾ വീട്ടിൽ തന്നെ ഇരുന്ന് ഓരോ പാട്ട്, ചേട്ടൻ്റെ ഫ്രണ്ട്സ്, ജോൺസൺ മങ്ങഴ മ്യൂസിക് ഡയറക്ടറാണ്, അദ്ദേഹം വീട്ടിൽ വരും. അപ്പം അങ്ങനെ ചെറിയ ചെറിയ വർക്കുകളൊക്കെ ഓർക്കസ്ട്രേഷൻ ചേട്ടൻ ചെയ്തു കൊടുക്കും വീട്ടിൽ തന്നെ ഇരുന്ന്. അങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കുകയാണ്. അപ്പം അതിൻ്റെ ഇടയിൽ പക്ഷെ ആ ഒരു ഇൻകം നമുക്ക് മതിയാവില്ലല്ലോ, മക്കളെ പഠിപ്പിക്കണ്ടേ, പിള്ളേർ ചെറുതാണെന്ന്. ആലങ്കുട്ടൻ ഫസ്റ്റ് സ്റ്റാൻഡേർഡ്, കീർത്തന ജനിച്ചിട്ടുള്ളൂ. അപ്പോൾ അപ്പച്ചനും അമ്മച്ചിയും ഞങ്ങളുടെ കൂടെ ഉണ്ട്, ചേട്ടൻ്റെ അപ്പച്ചനും അമ്മച്ചി. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ വേറൊരു വഴി എന്താണെന്ന് നമുക്ക് ചെന്ന് ചോദിച്ചിട്ട് നമുക്ക് വർക്കാരും തരണില്ല. ഞാനിവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ടും എന്നെയും ആരും വിളിച്ചില്ല ആ സമയത്തൊക്കെ. പിന്നെ നമ്മൾ എന്നും പോയി അങ്ങനെ ചോദിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലും അല്ല നമ്മൾ. ചിലപ്പോൾ അതായിരിക്കാം, നമ്മളെ എന്നും ചെന്ന് മുട്ടണമായിരുന്നായിരിക്കാം, അതെനിക്കറിയില്ല. ഞങ്ങൾ രണ്ടുപേരെയും ആരും വിളിച്ചില്ല. അപ്പോൾ ഞങ്ങൾ ആലോചിച്ചപ്പോൾ എന്ത് ചെയ്യും എന്ന് ഇങ്ങനെ ചിന്തിച്ചു. അപ്പോൾ ചേട്ടൻ ട്യൂഷൻ എടുത്തിരുന്ന പിയാനോ, കീബോർഡൊക്കെ ചേട്ടൻ വീടുകളിൽ പോയി ട്യൂഷൻ എടുക്കാൻ തുടങ്ങി. അതിന് കാരണക്കാരൻ ചേട്ടൻ്റെ ഒരു കൂട്ടുകാരനാണ്, സുധീർ, വയലിനിസ്റ്റാണ്. സുധീർ പറഞ്ഞു, ജോയിച്ചേട്ടൻ ഹോം ട്യൂഷൻ്റെ ഒരു ചെറിയൊരു കാർഡ് അടിച്ചിട്ട് ഫ്ലാറ്റുകളിൽ കൊണ്ടുവന്ന് ഇട്. അപ്പോൾ അവർ ആ നമ്പർ കണ്ട് നമ്മളെ വിളിക്കും. നമുക്ക് കോണ്ടാക്റ്റ് ഇല്ല ഇവിടെ ആരുമായിട്ടേ, നമ്മളെ ഇവിടെ പുതിയ ആൾക്കാരാണ് നാട്ടിൽ. അപ്പോൾ എന്ത് ചെയ്യും? അങ്ങനെ ചേട്ടൻ അങ്ങനെ ചെയ്തു. ആ ഒരു ചെറിയൊരു കാർഡ് അടിച്ചിട്ട് ഓരോ ഫ്ലാറ്റുകളുടെയും സെക്യൂരിറ്റിയുടെ അടുത്ത് കൊണ്ടുവന്ന് കൊടുത്തു. അങ്ങനെ പല സ്ഥലങ്ങളിൽ നിന്നും പിയാനോ ക്ലാസ് ഉള്ളതുകൊണ്ട് കുറച്ച് ഹൈ ലെവൽ ആൾക്കാരുടെ വീടുകളിൽ പിയാനോ ഉണ്ടാവും. അപ്പം അങ്ങനെയുള്ള വീടുകളിൽ ചേട്ടന് ക്ലാസ്സുകൾ കിട്ടി. അങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്. എൻ്റെ മക്കളെ നോക്കാൻ വേണ്ടി അങ്ങനെ ആ തലത്തിൽ നിന്ന് ഇറങ്ങി ക്ലാസ് എടുക്കാൻ തുടങ്ങി. അപ്പോൾ ക്ലാസ് എടുക്കാൻ ഭയങ്കര പങ്ക്ച്വാലിറ്റിയാണ് ആൾക്ക്, ഭയങ്കര കരയണ്ട. ഞാൻ കുറേ കരഞ്ഞതാണ് മുമ്പൊക്കെ, ശരിക്കും ഞാൻ പറയാത്. അപ്പോൾ പങ്ക്ച്വലാണ് ആൾ, ഭയങ്കര ഡെഡിക്കേഷനുമാണ്. അതാണ് ഇവിടെ കാണുന്നത്. ചേട്ടൻ്റെ ശ്വാസം ആണ് ഈ സ്ഥാപനം, മനസ്സിലായി. അപ്പോൾ അങ്ങനെ ക്ലാസ്സുകൾ എടുക്കാൻ തുടങ്ങി. കുട്ടികൾ ഭയങ്കര കൂടുതലായി.
അപ്പോൾ ചേട്ടന് എത്താൻ പറ്റണില്ല. അപ്പോൾ ഈ സുധീറിനെ പരിചയപ്പെട്ടത് നമ്മുടെ വൈശാഖ് ബിജോയ് എന്ന് പറ മാടത്തക്കിളി എന്നുള്ള പാട്ട് പാടിയിട്ടില്ലേ, അവൻ ചെറുതാണ്. അപ്പോൾ അവൻ്റെ വീട്ടിൽ പോയിട്ട് ചേട്ടൻ ക്ലാസ് എടുക്കാറുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ അവിടെ വെച്ചിട്ടാണ് സുധീറുമായിട്ട് പരിചയപ്പെട്ടത്. അപ്പം ഞങ്ങൾ ശരിക്കും ഇങ്ങനെ ഒരു ഫീൽഡിലേക്ക് വരാൻ കാരണക്കാരൻ സുധീറാണ്. ഒരു ധൈര്യം തന്നത്, നമ്മൾ ചെയ്തിട്ടില്ലാത്ത കാര്യമല്ലേ ഇതൊക്കെ. അങ്ങനെ പിള്ളേർ കൂടി കഴിഞ്ഞപ്പോൾ എല്ലാ സ്ഥലത്തും ചേട്ടനെ എത്താൻ ബുദ്ധിമുട്ട്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമായിരുന്നു, ദൈവമേ എവിടെയെങ്കിലും ഒരു കുഞ്ഞു സ്ഥലം കിട്ടിയിരുന്നെങ്കിൽ. ഞങ്ങളന്ന് റെൻറ്റിനാണ് താമസിക്കുന്നത്. ചിറ്റൂർ മോൻ്റെ സ്കൂള് SBOA സ്കൂളായിരുന്നു ചിറ്റൂർ. അപ്പം അവിടെ അടുത്ത് ഒരു എഡിസൺ ചേട്ടനുണ്ട്, അവരുടെ ടേസ്റ്റ് ബേക്കറി ഓണർ, അവരുടെ വീട് ചിറ്റൂരാണ്. ആ വീട്ടിൽ ഞങ്ങൾ ഗ്രൗണ്ട് ഫ്ലോറിൽ റെൻറ്റിന് താമസിക്കുക. അപ്പോൾ അങ്ങനെ അവിടെ താമസിക്കുമ്പോൾ ചേട്ടൻ അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കും, ഇങ്ങനെ ഒരു സ്ഥലം കാണിച്ചു തന്നു, അവിടെ ഇരുന്ന് പറഞ്ഞു കൊടുത്താൽ മതിയല്ലോ. അപ്പോൾ ഇത്രയും വെയിലും മഴയും കൊണ്ട് ജോയിച്ചൻ ഓടണ്ടല്ലോ, നടക്കണ്ടല്ലോ എന്ന് ഞാൻ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ചു. അപ്പോൾ ആ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിരിക്കും ഈശോ ചേട്ടൻ്റെ ഒരു സ്റ്റുഡൻറ്റിൻ്റെ പാരൻറ്റ് പ്രദീപേട്ടൻ പറഞ്ഞു, സാറിന് വേണമെങ്കിൽ വാഴക്കാലിൽ എൻ്റെ ഒരു ഫ്ലാറ്റ് ഉണ്ട്, സാറ് വേണമെങ്കിൽ അവിടെ ക്ലാസ് എടുത്തോ, ഒരു ചെറിയൊരു സ്ഥാപനം പോലെ ഒന്ന് തുടങ്ങി നോക്ക് എന്ന് പറഞ്ഞു. അപ്പോൾ ധൈര്യമില്ല, അത് 8th ഫ്ലോറിലാണ്, നമ്മുടെ സൂര്യ TV ഉണ്ടായിരുന്ന ബിൽഡിങ്. അപ്പോൾ അങ്ങനെ അവിടെ ഞങ്ങൾ ചെന്ന് കണ്ടപ്പോൾ 8ാമത്തെ ഫ്ലോർ, അവിടെയാണെങ്കിൽ കറണ്ടില്ല, ജനറേറ്ററാണ്, ലിഫ്റ്റ് ഉണ്ട് പക്ഷെ ജനറേറ്റർ വെച്ചിട്ടാണ്. ചില സമയത്ത് ലിഫ്റ്റും വർക്ക് ചെയ്യില്ല, അപ്പോൾ കയറണം. അങ്ങനെ ഞങ്ങൾ മനമില്ല മനസ്സോടെ ഓക്കെ പറഞ്ഞു. അപ്പോൾ ആ ചേട്ടൻ പറഞ്ഞു, എനിക്ക് അഡ്വാൻസ് വേണ്ട. അതാണ് ദൈവം പ്രവർത്തിക്കണമെന്ന് ഞാൻ പറയണത്. ദൈവം ഞങ്ങളുടെ ലൈഫിൽ ഉടനീളം കൂടെയുണ്ട്. അതെ. അപ്പം അങ്ങനെ റെൻറ്റ് 6 മാസത്തെ റെൻറ്റും വേണ്ട, അഡ്വാൻസും വേണ്ട എന്ന് പറഞ്ഞു. അങ്ങനെ 750 സ്ക്വയർ ഫീറ്റ്സ് ഉള്ളൊരു സ്ഥലത്ത് ക്ലാസ് തുടങ്ങി. ഭയങ്കര റെസ്പോൺസ്. അപ്പോൾ ആലുവയിലെ ഒരു ഫാമിലീനെ, അവിടുത്തെ ഒരു കുട്ടീനെ ചേട്ടൻ പഠിപ്പിക്കുന്നു, സുനിലേട്ടനും രാജി ചേച്ചിയും. അപ്പോൾ അവർ ദുബായിൽ ബിസിനസ്സാണ്. അപ്പോൾ അവരങ്ങനെ സാറിന് എന്താ സാറ് ഡൊണേഷനൊന്നും ചോദിക്കാത്ത സ്കൂൾ തുടങ്ങണേന്. അപ്പോൾ ചേട്ടൻ പറഞ്ഞു, എനിക്കങ്ങനെയൊന്നും വേണ്ട ചേച്ചി, അതുകൊണ്ട് പോന്നു. പക്ഷെ ആ ചേട്ടൻ അന്ന് വൈകുന്നേരം സ്കൂൾ വന്ന് കണ്ടു. അപ്പോൾ വന്ന് കണ്ടിട്ട് തിരിച്ചു പോയിട്ട് കുറേ സാധനങ്ങളൊക്കെ കൊണ്ട്, പണിക്കാരെയും കൊണ്ടാണ് വന്നത് വൈകിട്ട്. വന്നിട്ട് സീലിംഗ് ഒക്കെ ചെയ്ത് കാർപ്പറ്റൊക്കെ ഇട്ട് AC ഒക്കെ വെച്ച് തന്ന് ഒരു പിയാനോ മേടിച്ച് തന്നു. അതാണ് അവിടെ കിടക്കുന്ന ആദ്യത്തെ പിയാനോ. അങ്ങനെ ഉണ്ടായതാണ് ജോയ്സ് അക്കാഡമി. പക്ഷെ അവിടെ നിന്ന് ആ സ്ഥലവും മതിയാവാതെ വന്നു. പിള്ളേർ നമ്മൾ വിചാരിക്കാത്തൊരു റെസ്പോൺസാണ് വന്നുകൊണ്ടിരുന്നത്. അങ്ങനെ ഞങ്ങൾ അത് എന്ത് ചെയ്യുമെന്ന് വിചാരിച്ചപ്പോൾ ഞങ്ങളൊരു ചെറിയ സ്ഥലം, വീട് എവിടെയെങ്കിലും ചെറിയൊരു വീട് കിട്ടിയാൽ നമുക്ക് താഴെ താമസിക്കാൻ, മുകളിൽ സ്കൂളാക്കാം എന്ന് വിചാരിച്ച് ഇങ്ങനെ നടന്ന് കുറേ നടന്നു. അങ്ങനെ നടന്ന ഒരു സ്ഥലം കണ്ടു കഴിഞ്ഞപ്പോൾ ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതിൻ്റെ ഓണർ ഇവിടെ മാവേലിപുരം ഒരു അൻവറിക്കയാണ്. അപ്പം ഞങ്ങൾ അദ്ദേഹത്തിനെ കാണാൻ വന്ന് ഞങ്ങളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോൾ കുറേ നേരം അങ്ങ് കേട്ടിരുന്നിട്ട് പറഞ്ഞു, സ്കൂൾ വേണമെങ്കിൽ നിങ്ങൾ ഈ ബിൽഡിങ്ങിൻ്റെ മേലെ തുടങ്ങിക്കോളാൻ. അവരുടെ ഫസ്റ്റ് ഫ്ലോറിൻ്റെ മേലെ ടെറസാണ്. അദ്ദേഹം അവിടെ ഷീറ്റൊക്കെ ഇട്ട് സീലിംഗ് ഒക്കെ ചെയ്ത് ഫ്ലോറിംഗ് ഒക്കെ ചെയ്ത് തന്നു, സൈഡൊക്കെ മറച്ച്. പിന്നെ ഞങ്ങൾ അതിൻ്റെ ഉള്ളിലൊരു 10-15 ലക്ഷത്തിൻ്റെ ആർട്ട് വർക്ക്, 15 ലക്ഷത്തിൻ്റെ ആർട്ടല്ല, ബാക്കിയുള്ള പാർട്ടീഷൻസ്, പെയിൻറ്റിങ്, കുറേ കാര്യം, AC, അതൊക്കെ ഞങ്ങൾ ചെയ്ത് നല്ലൊരു സ്കൂളാക്കി. അത് കേരളത്തിൽ അങ്ങനെ ഒരു സ്കൂൾ ഉണ്ടായിരുന്നില്ല. അതാണ് 2ാമത്തെ ജോയ്സ് അക്കാഡമി. അങ്ങനെ അത് 2000 കുട്ടികളിൽ
മേലെ നമുക്ക് വന്ന് പഠിച്ച് അത് ഡെയിലി അങ്ങനെ വരികയല്ല, വന്ന് പോയിക്കൊണ്ടിരിക്കുമല്ലോ. മ്യൂസിക് അങ്ങനെയല്ലേ, കുറച്ച് നാൾ പഠിക്കും, പിന്നെ പിള്ളേർ പരീക്ഷ വരുമ്പോൾ നിർത്തും, അങ്ങനെയാണല്ലോ. അപ്പം അത്രയും നമുക്ക് അഡ്മിഷൻസ് ഉണ്ടായിരുന്നു. അപ്പോഴാണ് കോവിഡ് വന്നത്. കോവിഡ് വന്ന് നമ്മൾ വൈൻഡപ്പ് ചെയ്തു. അതെല്ലാം പൊളിച്ച് നമ്മുടെ വീടിൻ്റെ ടെറസിൽ ഇപ്പോഴും ആ സാധനങ്ങളുണ്ട്. വലിയ വലിയ RLVയിൽ വർക്ക് ചെയ്തിരുന്ന, RLVയിൽ പഠിച്ച കുറേ ആർട്ടിസ്റ്റുകൾ വരച്ച ചിത്രങ്ങളാണ് അതൊക്കെ ഇപ്പോൾ വെറുതെ ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഞങ്ങളിങ്ങനെ കോവിഡ് വന്ന സമയത്ത് ചേട്ടന് ഒരു ആൻജിയോപ്ലാസ്റ്റി, ആദ്യം 2010 ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞു. 2015 2020 ഒരു ആൻജിയോപ്ലാസ്റ്റി കഴിഞ്ഞിരിക്കുമ്പോൾ എനിക്ക് സിവിയർ ആർത്രൈറ്റിസ്. ഞാൻ ഫുൾ സ്റ്റിഫായിപ്പോയി. അത് കൈയും കാലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കഴുത്ത് മാത്രം ഇങ്ങനെ അനക്കാം, ഇതൊന്നും അടങ്ങൂല കൈയൊന്നും. അങ്ങനെ ഒരു 4-5 മാസത്തോളം. അപ്പം മോൻ ചെന്നൈയിലാണ് പഠിക്കണത്. അവനെ കാണാൻ ഞങ്ങൾ പോയതാ. പക്ഷെ അവിടെ വെച്ച് എനിക്കിത് സിവിയറായി. അങ്ങനെ എന്നെ അവിടെ നിന്ന് നാട്ടിൽ കൊണ്ടുവന്നു, ട്രീറ്റ്മെൻറ്റ് തുടങ്ങി. ഞാനൊന്ന് എഴുന്നേറ്റ് നടക്കാൻ തുടങ്ങി. ഒരു ജൂൺ ജൂലൈ ഒക്കെ ആയപ്പോഴേക്കും എഴുന്നേറ്റ്. 2021 അപ്പോൾ നമുക്ക് കോവിഡുള്ള സമയമാണ്. ഞാനൊന്ന് റിക്കവറായി വന്നു കഴിഞ്ഞപ്പോഴാണ് ഭയങ്കര ബ്ലീഡിങ്, സ്റ്റോപ്പ് ആകണില്ല. അങ്ങനെ ചെക്ക് ചെയ്തപ്പോൾ ഓവറിയിലൊരു സിസ്റ്റ് ഉണ്ടെന്ന് കണ്ടു. അങ്ങനെ അത് ചെക്ക് ചെയ്ത് ബ്ലഡ് ടെസ്റ്റൊക്കെ ചെയ്തപ്പോൾ ഇൻഫെക്റ്റഡ് ആണെന്ന് അറിഞ്ഞു. അങ്ങനെ ഉടനെ രാജഗിരിയിൽ അത് സർജറി ചെയ്തു. ഓപ്പൺ സർജറി ആയിരുന്നു. അങ്ങനെ അതിൻ്റെ റെസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഒന്ന് എഴുന്നേറ്റ് നടന്നു തുടങ്ങിയപ്പോൾ ഹെർണിയയുടെ ഒരു വലിയ പ്രോബ്ലം വന്നു. അത് ആസ്റ്ററിലായിരുന്നു, ഡോക്ടർ പ്രകാശായിരുന്നു. ഇങ്ങനെ ഇതാണ് ഇതുവരെയുള്ള ജീവിതം. ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. എല്ലായിടത്തും ദൈവത്തിൻ്റെ കൃപ, ദൈവത്തിൻ്റെ കരുണ എനിക്ക് ഒരുപാട് അനുഭവിക്കാൻ പറ്റുന്നുണ്ട്. അതാണ് ഞാനിപ്പോഴും ഇങ്ങനെ ഇരുന്ന് മോളോട് സംസാരിക്കുന്നത്. ഇപ്പോൾ പറഞ്ഞ ഓപ്പറേഷൻ കാര്യമൊക്കെ ചേച്ചി വളരെ ചിരിച്ചുകൊണ്ടാണ് ഇതിൻ്റെ തുടക്കത്തിൽ പറഞ്ഞത്. ഇവിടം തൊട്ട് ഇവിടം വരെ കീറി വെച്ചത്. അപ്പോൾ ഞാനിങ്ങനെ ഇത് ചോദിക്കുമ്പോഴും അതിനെ വളരെ ലൈറ്റായിട്ട് എടുക്കാൻ പറ്റുന്നുള്ളൂ. ജീവിതത്തിൽ ഈ പ്രതിസന്ധികളിലൊക്കെയും തരണം ചെയ്ത് ദൈവവും, അതുപോലെ തന്നെ ചേച്ചിയോട് ഇത്രയും നേരം സംസാരിച്ചിരുന്നപ്പോൾ എനിക്ക് തോന്നിയത്, ഇത്രമേൽ ഒരു മനുഷ്യന് മറ്റുള്ളവരോട് നന്ദിയോടെ പെരുമാറാൻ പറ്റുമോ. ഓരോ പേരുകളും ജീവിതത്തിൽ കടന്നു പോയപ്പോൾ ഉണ്ടായ ഓരോ പേരുകളും ഓർത്ത് വെച്ച് പറയുന്ന ചേച്ചീനെ എനിക്കറിയില്ല, ഞാൻ ജീവിതത്തിൽ ഇത്രമേൽ നന്ദിയുള്ളൊരു മനുഷ്യരെ വേറെ കണ്ടിട്ടുണ്ടോ എന്ന് അറിഞ്ഞൂടെ. ഇത്രയും ആദ്യത്തെ പാട്ട് തൊട്ട് ആ ചെറിയ പ്രായത്തിലെ ആൾക്കാർ തൊട്ട് ഇന്നലെ മിണ്ടിയ ആൾക്കാരെ വരെ ഓർത്ത് പറയുന്ന എനിക്ക് പറയാൻ വാക്കുകളില്ല ചേച്ചി. കാരണം എങ്ങനെ ഒരാൾക്ക് പെരുമാറാൻ സാധിക്കുന്നു എന്ന് ഞാൻ ചേച്ചിയോട് സംസാരിച്ചുകൊണ്ടിരുന്ന ഓരോ ഘട്ടങ്ങളിലും ഞാൻ ആലോചിച്ചു, എങ്ങനെ ചേച്ചി ഈ പേര് അപ്പം നമുക്ക് നമ്മളിലേക്ക് തിരിഞ്ഞു നോക്കാനുള്ളൊരു അവസരം കൂടിയായിരുന്നു എന്ന് തോന്നുന്നു ദൈവം എനിക്കായിട്ട് ചേച്ചീനെ മുന്നിൽ കൊണ്ടുവന്നത്. കാരണം മനുഷ്യരുടെയും ജീവിതത്തിലുണ്ട്. അതെ, നന്ദിയുള്ളവരാണെന്ന് പറയെങ്കിലും എങ്ങനെയാ ചേച്ചി ഓരോ പേരുകളും ഓർത്ത് വെച്ച് ഇത്ര 10 വയസ്സിൽ ഉടുപ്പ് തന്ന പെൺകുട്ടി മുതൽ എല്ലാവരെയും, ഇന്നലെ സ്കൂളിന് വേണ്ടി വന്ന എല്ലാവരെയും ഓർത്ത് ദൈവം ഒരുപാട് സ്നേഹിക്കുന്ന ഒരാളെയാണ് ഞാൻ ഇന്ന് ഈ ഇത്രയും നല്ലൊരു ദിവസത്തിൽ എനിക്ക് ദൈവം ഇങ്ങനെ തന്നെ സ്നേഹിക്കുന്നുണ്ട്. ദൈവത്തിന് ഒരിക്കലും ഒരു എന്താ പറയാ, അവിടെ കുറച്ച് കൂടുതൽ ഇവിടെ കുറച്ച് കുറവ് അങ്ങനെയില്ല. ദൈവം എന്നെയും മോളെയും ഒരുപോലെയാണ് സ്നേഹിക്കുന്നത്. ആ ദൈവത്തിന് എന്തോരം നന്ദി പറഞ്ഞാലും മതിയാവില്ല. കേട്ട് നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന പാട്ടുകൾ അത്രയും ആരാധനയോടെ ഞാൻ സംസാരിക്കാൻ വന്ന ഒരാൾ ഇന്ന് എനിക്ക് ജീവിതത്തിൽ ഏറ്റവും പ്രിയപ്പെട്ട ഒരാളായിട്ട് മാറിയ ഇൻ്റർവ്യൂ ആയിരുന്നു. ഒരുപാട് സന്തോഷം ചേച്ചി. ഇത്രയും നന്മ നിറഞ്ഞ, ഇത്രയും ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരാളെ ഞാൻ ജീവിതത്തിൽ കണ്ടിട്ടേ ഇല്ല. ഞാനിതൊരു ഇൻ്റർവ്യൂവിന് വേണ്ടി വെറുതെ പറയുന്നതേ അല്ല. ഒരുപാട് സന്തോഷത്തോടു കൂടിയാണ് ഇനി ഒരുപാട് കാലം ഇതേപോലെ തന്നെ ചേച്ചി
ഒട്ടും മാറണ്ട. ഇത്രയും നല്ല ഒരാളെ എനിക്ക് എനിക്ക് മാറാൻ പറ്റില്ല മോളെ. എൻ്റെ അനുഭവങ്ങൾ അങ്ങനെയാണ്. കാരണം കുപ്പയിലെ മാണിക്യം എന്ന് പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. എന്നെ അങ്ങനെയാണ് ദൈവം വെച്ചേക്കണേ. ദൈവം എന്നെ അങ്ങനെ എടുത്ത് ഉപയോഗിച്ചു. ഏറ്റവും ഭയങ്കര വലിയ കാര്യങ്ങൾ കണ്ടാലും എനിക്കൊന്നും തോന്നില്ല. ഞാനതൊക്കെ കണ്ടിട്ടുണ്ട്. ഒരുപാട് വലിയ വലിയ കാര്യങ്ങൾ എന്നെ ദൈവം അവിടെയൊക്കെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടുണ്ട്. പക്ഷേ എനിക്ക് ഇങ്ങനെ ഇരിക്കാനാണ്, ഇങ്ങനെ ഈ സിമ്പിളായിട്ടിരിക്കാനാണ് എനിക്ക്. സിമ്പിൾ എന്നാണോ ഇതിനെ പറയേണ്ടതെന്ന് എനിക്കറിയാം. ഞാനിതാണ് സിമ്പിൾ എന്നാണോ അതിൻ്റെ വാക്കെന്ന് എനിക്കറിയില്ല. ഇതിലും സിമ്പിളായിട്ടുള്ള ആൾക്കാരും ഉണ്ട്. പക്ഷേ ഞാൻ ഇങ്ങനെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. ഈ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് സമാധാനവും സന്തോഷമുണ്ട്. എന്നെ കാണുന്നവരൊക്കെ ചേച്ചി പാടണില്ലേ, ചേച്ചി എന്താ പാടാത്തെ എന്ന് ചോദിക്കുമ്പോഴും അവരാ നഷ്ടം ചിന്തിക്കുന്നുണ്ടെങ്കിലും എനിക്ക് ആ നഷ്ടം ചിന്തിക്കേണ്ടി വരാറില്ല. കാരണം ഞാൻ അത്രമേൽ സംരക്ഷിക്കപ്പെട്ട ഒരു വ്യക്തിയാണ്. അത്രമേൽ എന്നെ സൂക്ഷിക്കുന്നുണ്ട് ചേട്ടൻ. അതെ, ഞാനത് വെറുതെ പറയണതല്ല. അത് എന്താ പറയുക, ഒരുപാട് 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 സന്തോഷവും ദൈവത്തിനോട് എനിക്കും നന്ദിയുണ്ട്. ചേച്ചീനെ ഇങ്ങനെ ഒരവസരത്തിൽ എനിക്ക് സംസാരിക്കാനും പറ്റില്ല ഇത്രയും സമയം. ചേച്ചി ഓരോ പ്രാവശ്യം പറഞ്ഞ, കാരണം ജോയി ചേട്ടൻ അത്രമേൽ എന്താ പറയുന്നത് പൊന്നുപോലെ വെച്ചിരിക്കുന്ന ഒരാളാണ് മിൻമിനി ചേച്ചി എന്ന് നമുക്കും ഇവിടെ വന്ന് ഇത്രയും സമയം കൊണ്ട് തന്നെ എനിക്ക് മനസ്സിലായി. ഒരുപാട് സന്തോഷം ചേച്ചി. ഇനിയും വരുന്ന വർഷങ്ങളിലെല്ലാം പാട്ടായിട്ടും ആളായിട്ടും ഒക്കെ ഞങ്ങളുടെ കൂടെ ഉണ്ടാവട്ടെ എന്ന് മനസ്സ് നിറഞ്ഞ് ആഗ്രഹിക്കുകയാണ്. ദൈവത്തിൻ്റെ എല്ലാവിധ ഇഷ്ടം പോലെ നടക്കട്ടെ. അതെ, ക്രിസ്മസിൻ്റെയും പുതുവത്സരത്തിൻ്റെയും എല്ലാ ആശംസകളും. താങ്ക് യു സോ മച്ച്.